നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിച്ച റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആധുനിക മിസൈൽ സംവിധാനത്തിനായി 10,000 കോടി രൂപയുടെ പുതിയ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ ഒരുങ്ങുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഏത് വ്യോമാക്രമണ ഭീഷണിയെയും തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നിർണായക ദൗത്യങ്ങളിൽ S-400 തെളിയിച്ച മികവാണ് ഈ പുതിയ നീക്കത്തിന് പിന്നിൽ. ചോദ്യം ഇതാണ്: സുദർശന ചക്രം എന്ന് വിശേഷിപ്പിച്ച ഈ സംവിധാനം എന്തിനാണ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്? അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ പ്രതിരോധം എങ്ങനെയാണ് സജ്ജമാകുന്നത്? രാജ്യത്തിന്റെ വ്യോമ മേഖലയ്ക്ക് കനത്ത സുരക്ഷയൊരുക്കി ഇന്ത്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനാൽ 10,000 കോടി രൂപയുടെ മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന ഏത് വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾക്കും ചാരവിമാനങ്ങൾക്കും എതിരെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ദൗത്യങ്ങളിൽ S-400 സംവിധാനം അതിന്റെ പ്രാധാന്യം തെളിയിച്ചിട്ടുണ്ട്. പാക് വ്യോമസേനയുടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ സുദർശന ചക്രം എന്ന് വിശേഷിപ്പിച്ച S-400 മിസൈലുകൾ കൃത്യമായി തകർക്കുകയുണ്ടായി. 400 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ഈ മിസൈലുകൾ 600 കിലോമീറ്റർ അകലെയുള്ള ഭീഷണികൾ പോലും കണ്ടെത്താൻ ശേഷിയുള്ളവയാണ്. വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ തടയാൻ S-400 വളരെ ഫലപ്രദമാണ്. പാക് അതിർത്തിയിലെ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇന്ത്യൻ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നത്. 10,000 കോടി രൂപയുടെ പുതിയ മിസൈലുകൾ വാങ്ങുന്നതിലൂടെ നിലവിലുള്ള S-400 യൂണിറ്റുകളുടെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നു. 2018 കരാർ പ്രകാരമുള്ള യൂണിറ്റുകളുടെ കൈമാറ്റം റഷ്യ-യുക്രൈൻ സംഘർഷം കാരണം വൈകുന്നത് വേഗത്തിലാക്കാനും കേന്ദ്ര സർക്കാർ റഷ്യയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നിലവിലെ S-400 മികച്ച പ്രകടനം മുൻനിർത്തി കൂടുതൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ നവീകരിച്ച S-500 സംവിധാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചും ചർച്ചകൾ സജീവമാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ കരുത്തുറ്റതാക്കി പാകിസ്ഥാനിൽ നിന്നും മറ്റതിർത്തികളിൽ നിന്നുമുള്ള ഏത് വെല്ലുവിളിക്കും തക്കതായ മറുപടി നൽകാൻ ഇന്ത്യൻ സേന സജ്ജരായി കഴിഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയിൽ ഇനി ഒരടി പോലും വിട്ടുവീഴ്ചയില്ല. പാകിസ്ഥാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ S-400 സംവിധാനം ശക്തിപ്പെടുത്താനുള്ള ഈ തീരുമാനം അതീവ നിർണായകമാണ്. 10,000 കോടി രൂപയുടെ ഈ പുതിയ മിസൈലുകൾ വാങ്ങാനുള്ള തീരുമാനം സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ കൂടി കണക്കിലെടുത്തിട്ടാണ്. ഇന്ത്യൻ പ്രതിരോധ മേഖല അനുദിനം മുന്നേറുകയാണ്. പുതിയ ആയുധങ്ങൾ വാങ്ങുകയും പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ കൂടുതൽ മുന്നോട്ട് പോകുന്നു. ആധുനിക ആയുധ സജ്ജീകരണത്തിലൂടെ നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നത് അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും. ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ പ്രതിരോധ കരുത്ത് ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകർത്തെറിയാൻ പോകുന്നതാണ്. ആകാശം ഇനി ഇന്ത്യയുടേതാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാവിയിലെ ഏത് വെല്ലുവിളികളെയും നേരിടാൻ രാജ്യം പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു.